ചക്കയുടെ സീസൺ ആകുമ്പോൾ ധാരാളം ചക്ക കിട്ടുമല്ലോ. അപ്പോൾ ഇതുപോലെ ചക്ക വരട്ടി ഉണ്ടാക്കി വെക്കുവാണെങ്കിൽ സീസൺ അല്ലാത്ത ടൈമിലും ഒരുപാട് പലഹാരങ്ങൾ ഇത് വെച്ചിട്ട് ഉണ്ടാക്കാം, വെറുതെയും കഴിക്കാം. ചക്ക വരട്ടി ഉപയോഗിച്ചിട്ട് പെട്ടെന്ന് അട ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് ഏറ്റവും യൂസ്ഫുൾ ആവുക കുട്ടികൾക്ക് സ്നാക്സ് ബോക്സിലൊക്കെ കൊടുക്കാനാണ്. നൂൽപുട്ടോ ഇഡ്ഡലിയോ പോലെ സ്റ്റീംഡ് ഐറ്റംസ് എന്തെങ്കിലും ഉണ്ടാക്കുന്ന ദിവസം ഇതും കൂടെ ജസ്റ്റ് തയ്യാറാക്കി അതിൽ വെച്ച് സ്റ്റീം ചെയ്ത് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം. തേങ്ങാക്കൊത്ത് റെഡിയാക്കുന്നുണ്ട്, ശർക്കര പാനിയാക്കാനും വെച്ചിട്ടുണ്ട്. സ്നാക്സ് ബോക്സിലേക്ക് മാത്രം ആക്കുന്നതുകൊണ്ട് വളരെ കുറച്ച് ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ. 3 ടേബിൾ സ്പൂണ് ചക്ക വരട്ടി എടുക്കുന്നുണ്ട്. അത് ഏതാണ്ട് 1/2 ഗ്ലാസോളം ഉണ്ടാവും. ചക്ക വരട്ടി കുറച്ചേ ഉള്ളൂ എങ്കിലും ഇതുപോലെ എന്തെങ്കിലും പലഹാരം ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ സ്കൂളിലൊക്കെ കൊടുത്തു വിടാനാണെങ്കിലും ചക്ക വരട്ടി അങ്ങനെ തന്നെ കൊടുത്തു വിടാൻ പറ്റില്ലല്ലോ. അപ്പോഴേക്ക് ഇതുപോലെ ചെയ്തു കൊടുത്താൽ മതി. അതുപോലെ കുട്ടികൾക്ക് ഫ്രൈഡ് ഐറ്റം തന്നെ കൊടുക്കുകയും വേണ്ടല്ലോ. ഞാൻ ഇതിലേക്ക് വളരെ കുറച്ച് ചേരുവകൾ ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇതിലേക്ക് കുറെ സാധനങ്ങൾ ആഡ് ചെയ്തിട്ടും ഉണ്ടാക്കാം. അരിപ്പൊടി ചേർത്ത് കൊടുക്കണം. 1/2 ഗ്ലാസ് ആണ് ശർക്കര വരട്ടിയെങ്കിൽ 1 ഗ്ലാസോളം അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ഗ്ലാസ് ശർക്കര ഉരുക്കി ചേർക്കുകയും വേണം. ശർക്കര വരട്ടിയൊക്കെ റൂം ടെമ്പറേച്ചറിലായിട്ട് ചെയ്യുന്നതാണ് നല്ലത്. പക്ഷെ രാവിലെ തന്നെ ആയതുകൊണ്ട് ടൈം ഇല്ലാത്തതുകൊണ്ട് തണുത്ത് തന്നെയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ 2 ടേബിൾ സ്പൂണോളം തേങ്ങ ചിരകിയതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇതിലേക്ക് നൈസ് പത്തിരിയുടെ പൊടിയാണ് എടുത്തിട്ടുള്ളത്. വീട്ടിൽ തന്നെ അരി പൊടിച്ചിട്ടും ചേർക്കാം. അതെങ്ങനെയാണെന്ന് മത്തങ്ങയുടെ അടയുണ്ടാക്കുന്ന വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും ഒക്കെ ആയിട്ട് കൊടുത്തേക്കാം, കണ്ടു നോക്കിയാൽ മതി. ചൂടോടുകൂടി തന്നെ ശർക്കര പാനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഈ ഇടയ്ക്ക് വേറെ ഫില്ലിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് മധുരം കുറച്ച് മുന്നിൽ നിൽക്കുന്നതാണ് നല്ലത്. കൈകൊണ്ട് കുഴച്ച് പരത്തി അങ്ങനെയൊന്നും വേണ്ട, സ്പൂൺ കൊണ്ട് തന്നെ ഇത് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. ഇതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം, തേങ്ങ വറുത്തിട്ട് ചേർത്ത് കൊടുക്കാം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാം. ഞാനിതിൽ ഏലക്കാപ്പൊടി പോലും ചേർത്ത് കൊടുത്തിട്ടില്ല. അതൊക്കെ ചേർത്തിട്ടാണല്ലോ ചക്കവരട്ടി ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഇതൊന്നും ചേർത്തിട്ടില്ലെങ്കിലും ഇത് നല്ല സ്വാദോടെ അടയുണ്ടാക്കി എടുക്കാൻ പറ്റും. ഈ സമയം ഇതിലേക്ക് പാകത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം. ചക്കവരട്ടി എത്രയാണോ എടുത്തിട്ടുള്ളത് അത്രയും അരിപ്പൊടിയാണ് ആദ്യം ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ശർക്കരപ്പാനിയൊക്കെ മിക്സ് ചെയ്ത് ലൂസാകുമ്പോൾ അതിലേക്ക് ബാക്കിയുള്ള അരിപ്പൊടി കൂടെ ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. സ്പൂൺ കൊണ്ട് തന്നെയാണ് വാഴയിലേക്ക് എടുത്ത് പ്രസ് ചെയ്ത് ഞാനിത് ഷേപ്പ് ചെയ്യുന്നത്. ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് ചെയ്തെടുക്കാം. അതുപോലെ വാഴയില തന്നെ വേണമെന്നുമില്ല. അട ഉണ്ടാക്കുന്ന മറ്റു ഇലകളിലും ഇത് ഉണ്ടാക്കിയെടുക്കാം. ഒരുപാട് കട്ടിയിൽ പരത്താതിരിക്കുന്നതാണ് നല്ലത്. ഇതൊക്കെ ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി സ്റ്റീം ചെയ്തെടുക്കണം. ഞാനിവിടെ ഇഡ്ഡലി പാത്രത്തിലാണ് ചെയ്യുന്നത്. നന്നായി വെള്ളം തിളച്ച് സ്റ്റീം വരാൻ തുടങ്ങുമ്പോഴാണ് ഇത് വെച്ചു കൊടുക്കേണ്ടത്. പിന്നെ നോർമലി അടി ഉണ്ടാക്കുന്ന പോലെ സ്റ്റീം ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഞാൻ ഇതിന്റെ അടിയിൽ അട വെച്ചു കൊടുത്ത് അതിന്റെ മുകളിൽ ഇഡ്ഡലിയും ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അടയുടെ കട്ടി കൂടുതലും കുറവും എന്നതിനനുസരിച്ചിട്ട് 15 മുതൽ 20 മിനിറ്റ് വരെ സ്റ്റീം ചെയ്തെടുക്കാം. അങ്ങനെ ഇന്നത്തെ സ്നാക്സ് ബോക്സിലേക്കുള്ള ഐറ്റം റെഡിയായി. നിങ്ങൾ ഇത് ഉണ്ടാക്കുന്ന നേരം വീഡിയോ ഒരു തവണ കൂടെ കണ്ടു നോക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. വീഡിയോ യൂസ്ഫുൾ ആയ ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. മറ്റൊരു നല്ല വീഡിയോ വീണ്ടും കാണാം.